സ്വാഗതം മീഡിയ അവറിലേക്ക്. ഗസയിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നു. 13 ദിവസത്തെ അൽഷിഫ ആശുപത്രി അതിക്രമത്തിൽ കൊല്ലപ്പെട്ടത് 400-ലേറെ പേരെന്ന് ഗസ ഭരണകൂടം സ്ഥിരീകരിച്ചു. വിവരങ്ങൾ നൽകാൻ MC നാസർ ചേരുന്നുണ്ട്. നാസർ, നിലവിലെ സാഹചര്യം എന്തെല്ലാമാണ്? ചർച്ചകൾ ഏത് തരത്തിൽ മുന്നോട്ട് പോകുന്നു? രശ്മ, വീണ്ടും നേരത്തെ പാരീസിൽ ആദ്യം ചർച്ച നടന്നു, തുടർന്ന് ഈജിപ്തിൽ നടന്നു, തുടർന്ന് ഖത്തറിൽ നടന്നു. ആ ചർച്ചകളുടെ ഒരു അടുത്ത ഘട്ടം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ കൈറോയിൽ വീണ്ടും ചർച്ച ഇന്ന് പുനരാരംഭിച്ചിരിക്കുന്നത്. ഈ ചർച്ചയിലൂടെ ഏതെങ്കിലും കാര്യമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ വിരളമായി തന്നെയാണ് അനുഭവപ്പെടുന്നത്. എങ്കിലും അമേരിക്കയുടെയും മറ്റും സമ്മർദ്ദത്തിന് വഴങ്ങി ഇസ്രായേൽ തങ്ങളുടെ സംഘത്തെ കൈറോയിലേക്ക് അയച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹമാസും നേരത്തെ ചില ഉപാധികൾ മുന്നോട്ട് വെച്ചിരുന്നു. ആ ഉപാധികളുടെ പുറത്താണെങ്കിൽ മധ്യസ്ഥ രാജ്യങ്ങൾ നടത്തുന്ന ചർച്ചകളുമായിട്ട് സഹകരിക്കുന്നതിൽ വിരോധമില്ല എന്നുകൂടി ഹമാസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ചർച്ചകൾ ഇന്ന് പുനരാരംഭിച്ചു എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് അത് എത്തുമോ, ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വെടിനിർത്തൽ കരാറിലേക്ക് അത് നീങ്ങുമോ എന്ന കാര്യം ഈ ഘട്ടത്തിൽ ഏതെങ്കിലും അർത്ഥത്തിലൊരു ശുഭകരമായിട്ടുള്ള ഒരു വാർത്ത ലഭ്യമല്ല എന്നതാണ് ഏറ്റവും പ്രധാനം. അത് മാത്രമല്ല, ഇന്നും നെതന്യാഹു അഭിപ്രായപ്പെട്ടിരിക്കുന്നത് റഫയിലേക്ക് ഞങ്ങൾ കടന്നു കയറുക തന്നെ ചെയ്യും. എന്തൊക്കെ പ്രതിസന്ധികളും സമ്മർദ്ദങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ അതിജീവിച്ച് റഫയിലേക്ക് വരികയും അവിടെ നിന്ന് തങ്ങളുടെ ലക്ഷ്യം തങ്ങൾ നടപ്പാക്കും എന്ന ഒരു കൃത്യമായിട്ടുള്ളൊരു മുന്നറിയിപ്പാണ് നെതന്യാഹു നൽകുന്നത്. അതേസമയം ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളുടെ വലിയ തോതിലുള്ള പ്രക്ഷോഭം ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നും വലിയ തോതിൽ തന്നെയാണ് തെല്ലവീവിലും ജെറൂസലമിലും ഹൈഫയിലും ഉൾപ്പെടെയുള്ള ഇസ്രായേലി പ്രവിശ്യകളിലൊക്കെ ഈ പ്രക്ഷോഭം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ കൈറോയിൽ നടക്കുന്ന ആ ചർച്ചയിലൂടെ ഒരു കരാറിൽ എത്തണമെന്ന ആവശ്യമാണ് ബന്ധുക്കൾ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത്. ഈ 100-ലധികം വരുന്ന ബന്ദികളെ എത്രയും പെട്ടെന്ന് മോചിപ്പിച്ച് ഇവിടെ എത്തിക്കുക എന്നത് ഭരണകൂടത്തിൻ്റെ കർത്തവ്യമാണ്. പക്ഷേ ഭരണകൂടം അതിൽ വളരെ നിഷേധാത്മകമായിട്ടുള്ള നിലപാടാണ് തുടരുന്നത്. അങ്ങനെ പോവുകയാണെങ്കിൽ ഈ ബന്ദികൾ കൊല്ലപ്പെടാൻ തന്നെയായിരിക്കും സാധ്യത. അത് തങ്ങൾക്ക് അംഗീകരിക്കാനാവില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ബന്ധുക്കളും അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള സമാധാനകാംക്ഷികളായിട്ടുള്ള വലിയൊരു സമൂഹവും ഇപ്പോൾ തെല്ലവീവിലും മറ്റും പ്രക്ഷോഭം തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. രശ്മ. നാസർ, അൽഷിഫ ആശുപത്രിക്ക് നേരെ ദിവസങ്ങൾ നീണ്ടുനിന്ന ആക്രമണം ഉണ്ടായിരുന്നു. നിരവധി പേർ മരിച്ചതെന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ആശുപത്രിയിലെ സാഹചര്യം എന്താണിപ്പോൾ? ആശുപത്രിയിലെ സാഹചര്യം വളരെ വളരെ ഗുരുതരമായി തന്നെ തുടരുകയാണ്. നമുക്കറിയാൻ സാധിക്കും, ആശുപത്രിക്കുള്ളിൽ അകപ്പെട്ടവർക്ക് വെള്ളവും ഭക്ഷണവും മരുന്നും എല്ലാം നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. പൂർണ്ണമായിട്ടും സൈന്യത്തിൻ്റെ ഒരു നിയന്ത്രണം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടനകളുടെ പ്രതിനിധികൾക്കോ അങ്ങോട്ട് എത്തി നോക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ 400 എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിലും കൂടുതലാകാനാണ് സാധ്യത എന്നാണ് ഗസയിലെ ആരോഗ്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കുന്നത്. വലിയ തോതിൽ തന്നെ ജനങ്ങളെ പട്ടിണിക്കിട്ട് ഒരു ഭാഗത്ത് കൊലപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മരുന്നുൾപ്പെടെയുള്ള ഔഷധങ്ങളും അതോടൊപ്പം തന്നെ ചികിത്സയും നിഷേധിച്ചുകൊണ്ട് ജനങ്ങളെ കൊന്നൊടുക്കുന്നു. നേരത്തെ ദക്ഷിണാഫ്രിക്ക ആരോപിച്ചതുപോലെ വംശഹത്യയുടെ എല്ലാ ചേരുവകളും പല രൂപത്തിലായിട്ട് ഗസയിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇന്ന് തന്നെയും അലക്സ ആശുപത്രിക്ക് സമീപത്തുള്ള കെട്ടിടത്തിന് നേരെ ആക്രമണം നടന്നു. 2 പേർ കൊല്ലപ്പെടുകയും 16 പേർക്ക് ഇതിൽ പരിക്കേൽക്കുകയും ചെയ്തു. അപ്പോൾ ആരോഗ്യ പ്രവർത്തകർക്കെതിരെയും ആരോഗ്യ സ്ഥാപനങ്ങൾക്കെതിരെയും നടക്കുന്ന ആക്രമണവും വളരെ ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു ഒത്തുതീർപ്പിലേക്കോ മറ്റോ സ്ഥിതിഗതികൾ എത്താനുള്ള ഒരു സാധ്യത ഇപ്പോൾ പോലും വിരളമായി തന്നെ തുടരുകയാണ്. രശ്മ. UAE ഏപ്രിൽ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ചു. പെട്രോളിന് നിരക്ക് കൂടും, എന്നാൽ ഡീസലിന് നിരക്കിൽ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. UAE ഇന്ധനവില നിർണയ സമിതിയാണ് വില പുനർനിശ്ചയിച്ചത്. പുതിയ വില തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. തുടർച്ചയായ 2ാം മാസമാണ് പെട്രോളിന് UAEയിൽ നേരിയ വർധന രേഖപ്പെടുത്തുന്നത്. പെട്രോളിന് 12 ഫിൽസ് വരെയാണ് ഇത്തവണ വർദ്ധിച്ചിരിക്കുന്നത്. ഡീസലിന് 7 ഫിൽസാണ് കുറഞ്ഞത്. സൂപ്പർ 98 പെട്രോൾ വില ലിറ്ററിന് 3 ദിർഹം 3 ഫിൽസ് ഉണ്ടായിരുന്നത് ഇതോടെ 3 ദിർഹം 15 ഫിൽസായി ഉയർന്നു. കഴിഞ്ഞ മാസം 2 ദിർഹം 92 ഫിൽസ് ഉണ്ടായിരുന്ന സ്പെഷ്യൽ 95 പെട്രോളിന് ഇത്തവണ വില 3 ദിർഹം 3 ഫിൽസായി ഉയർന്നു. E+91 ലിറ്ററിന് 2 ദിർഹം 96 ഫിൽസായാണ് വർദ്ധിച്ചത്. കഴിഞ്ഞ മാസം ഇത് 2 ദിർഹം 85 ഫിൽസായിരുന്നു. ഡീസൽ ലിറ്ററിന് 3 ദിർഹം 16 ഫിൽസ് ഉണ്ടായിരുന്നത് 3 ദിർഹം 9 ഫിൽസായി കുറഞ്ഞിരിക്കുകയാണ്. ഇന്ധനവിലയിലെ മാറ്റം വിവിധ എമിറേറ്റുകളിലെ ടാക്സി ചാർജുകളിലും പ്രതിഫലിക്കും. മീഡിയ 1 ദുബൈ.
ഖത്തറിൽ ഏപ്രിൽ മാസത്തിലെ ഇന്ധനവില പ്രഖ്യാപിച്ചു. മാർച്ചിലെ വിലയിൽ നിന്നും മാറ്റമുണ്ടാവില്ലെന്ന് ഖത്തർ എനർജി അറിയിച്ചു. പ്രീമിയം പെട്രോൾ വില 1.95 ഖത്തർ റിയാലും സൂപ്പർ ഗ്രേഡിന് 2.10 ഖത്തർ റിയാലുമായി തുടരും. ഡീസലിന് 2.05 ഖത്തർ റിയാലാണ് നിരക്ക്. മാലിന്യ നിർമ്മാർജ്ജനം ലളിതമാക്കാൻ ഡിജിറ്റൽ പെർമിറ്റ് സർവീസുമായി ഖത്തർ നഗരസഭാ മന്ത്രാലയം. അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ഡേയുടെ ഭാഗമായാണ് മന്ത്രാലയം പുതിയ സേവനത്തിന് പ്രഖ്യാപനം നടത്തിയത്. സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ കമ്പനികൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, കുടുംബങ്ങൾ തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള മാലിന്യ നിർമ്മാർജ്ജന പ്രക്രിയ കാര്യക്ഷമമാക്കാനാണ് നൂതന സംവിധാനം ഒരുക്കുന്നത്. മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പ്രവേശിച്ച് ലളിതമായ അടിസ്ഥാന വിവരങ്ങൾ നൽകി മാലിന്യങ്ങൾ യഥാസ്ഥാനങ്ങളിൽ നിക്ഷേപിക്കുന്നതിനുള്ള അനുമതിക്കായി അപേക്ഷിക്കാം. ഖരമാലിന്യങ്ങൾ, ഹരിതമാലിന്യങ്ങൾ, പുനരുപയോഗിക്കാവുന്നവ ഉൾപ്പെടെ മന്ത്രാലയത്തിനു കീഴിലെ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളിൽ നിക്ഷേപിക്കാവുന്നതാണ്. വിവിധതരം മാലിന്യങ്ങൾ പരിസ്ഥിതി സൗഹൃദ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സുരക്ഷിതമായി നിക്ഷേപിക്കാൻ ജനങ്ങളെ പ്രാപ്തരാക്കുകയാണ് മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ പെർമിറ്റ് പ്ലാറ്റ്ഫോം ലക്ഷ്യമിടുന്നത്. നാഷണൽ ഒതന്റിക്കേഷൻ സിസ്റ്റം വഴിയാണ് ഡിജിറ്റൽ പെർമിറ്റിനായി രജിസ്റ്റർ ചെയ്യേണ്ടത്. മീഡിയ 1 ദോഹ. ഖത്തർ സെൻട്രൽ ബാങ്കിന്റെ ആദ്യ ദേശീയ ഡെബിറ്റ് കാർഡായ ഹിമ്യാൻ ഔദ്യോഗികമായി പുറത്തിറക്കി. ഡിജിറ്റൽ പണമിടപാടിനെ പ്രോത്സാഹിപ്പിക്കുകയെന്ന ഖത്തർ ദേശീയ വിഷന്റെ ഭാഗമായാണ് ആദ്യ നാഷണൽ ഇ കാർഡ് പ്രാബല്യത്തിൽ വരുന്നത്. ഇലക്ട്രോണിക് പേയ്മെന്റ്, ATM, ഓൺലൈൻ വഴിയുള്ള ഇ-കൊമേഴ്സ് തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഹിമ്യാൻ കാർഡുകൾ ഉപയോഗിക്കാം. ഞായറാഴ്ച പുറത്തിറക്കിയ കാർഡിന്റെ ഉപയോഗം പ്രാബല്യത്തിൽ വന്നതായി ഖത്തർ സെൻട്രൽ ബാങ്ക് അറിയിച്ചു. ഖത്തർ നാഷണൽ ബാങ്ക്, ദോഹ ബാങ്ക്, മസ്റഫ് അൽ റയാൻ, QIB, കൊമേഴ്ഷ്യൽ ബാങ്ക്, ദുക്കാൻ ബാങ്ക്, QIIB എന്നിവിടങ്ങളിൽ കാർഡ് ലഭ്യമാണ്. ഖത്തർ സെൻട്രൽ ബാങ്കിനു കീഴിൽ ഖത്തറി ബ്രാൻഡായി മുദ്രണം ചെയ്താണ് ഹിമ്യാൻ പ്രാബല്യത്തിൽ വരുന്നത്. ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചായിരിക്കും കാർഡ് പ്രവർത്തിക്കുക. കുറഞ്ഞ ഇടപാട് ഫീസ്, വൈഫൈ ട്രാൻസാക്ഷൻ സൗകര്യം, വെബ്സൈറ്റുകളിൽ സുരക്ഷിതമായ ഉപയോഗം എന്നിവയാണ് പ്രധാന സവിശേഷതകൾ. അറേബ്യയിലെ പഴമക്കാർ ഉപയോഗിച്ചിരുന്ന പണസഞ്ചിയുടെ പേരിൽ നിന്നാണ് ആധുനിക കാലത്തെ ഡിജിറ്റൽ പണമിടപാടിന്റെ ഉപാധിയായി മാറുന്ന കാർഡിന് ഹിമ്യാൻ എന്ന് പേരിട്ടത്. മീഡിയ 1 ദോഹ. സൗദിയിൽ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചതിന് 6 മൊബൈൽ ആപ്ലിക്കേഷനുകൾക്ക് വിലക്ക്. ട്രാൻസ്പോർട്ട്, ഫുഡ് ഡെലിവറി ആപ്പുകൾക്കാണ് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയത്. സൗദി ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റിയുടേതാണ് നടപടി. മന്ത്രാലയത്തിന്റെയും അതോറിറ്റിയുടെയും ലൈസൻസുകൾ നേടാതെ പ്രവർത്തിച്ചു വന്ന ആപ്പുകളെയാണ് വിലക്കിയത്. സൗദി ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റിയാണ് നടപടി സ്വീകരിച്ചത്. 2 ട്രാൻസ്പോർട്ട് ആപ്ലിക്കേഷനുകളും 4 ഫുഡ് ഡെലിവറി ആപ്പുകൾക്കുമാണ് താൽക്കാലികമായി വിലക്കേർപ്പെടുത്തിയത്. ഉപഭോക്തൃ സേവനങ്ങളിൽ സുരക്ഷയും വിശ്വാസ്യതയും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. രാജ്യത്ത് ഉപഭോക്തൃവകാശങ്ങൾ സുരക്ഷിതവും ഫലപ്രദവുമാക്കുന്നതിനും ഗതാഗത അന്തരീക്ഷം സുഗമമാക്കുന്നതിനും ആവശ്യമായ നിയന്ത്രണങ്ങൾ സേവനദാതാക്കൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള നിരീക്ഷണം തുടരുമെന്നും അതോറിറ്റി വ്യക്തമാക്കി. ഡെലിവറി ആപ്പുകളുമായോ ഗതാഗത ആപ്പുകളുമായോ ബന്ധപ്പെട്ട പരാതികൾ അതോറിറ്റിയുടെ ഏകീകൃത നമ്പറായ 19929 ബന്ധപ്പെട്ട് അറിയിക്കാവുന്നതാണെന്നും അതോറിറ്റി അറിയിച്ചു. നൌഷാദ് റിക്കൂർ, മീഡിയ 1 ദമ്മാം. ഷാർജ എമിറേറ്റിലെ മലയോര തീരദേശ മേഖലയായ കൽബയിൽ പുതിയ വിനോദസഞ്ചാര കേന്ദ്രം തുറന്നു. ഷാർജ കൽബ റോഡിൽ അൽഹിയാർ ടണൽ കഴിഞ്ഞ ഉടനെയാണിത് സ്ഥിതി ചെയ്യുന്നത്. എമിറേറ്റിൽ നടപ്പിലാക്കുന്ന വിവിധ നഗര വികസന പദ്ധതികളുടെ ഭാഗമായാണ് പദ്ധതി പൂർത്തിയാക്കിയത്. മലയടിവാരത്തിന് സമീപം അൽ ഹഫിയ എന്ന് പേരിട്ട മനോഹരമായ തടാകമാണിത്. സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി തടാകം സന്ദർശകർക്കായി തുറന്നു നൽകി. തടാകത്തിന് ചുറ്റുമായി 3.17 കിലോമീറ്റർ നീളത്തിൽ 2 ലൈൻ റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. ഇതുവഴി സഞ്ചരിച്ച് സന്ദർശകർക്ക് തടാകത്തിന്റെ ഭംഗി ആസ്വദിക്കാനും ചിത്രങ്ങൾ പകർത്താനും സാധിക്കും. കുട്ടികൾക്കായി 630 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ കളിസ്ഥലവും ഒരുക്കിയിട്ടുണ്ട്. കുടുംബാംഗങ്ങൾക്കും മറ്റും യോജിച്ച വിനോദ കേന്ദ്രമെന്ന നിലയിൽ 495 പേർക്ക് നമസ്കാരത്തിന് സൗകര്യമുള്ള പള്ളിയും ഇവിടെ പണിതിട്ടുണ്ട്. ആകെ 1.32 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് തടാകം സ്ഥിതി ചെയ്യുന്നത്. പർവ്വത മേഖലകൾക്ക് യോജിച്ച ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും ഉപകരണങ്ങളും ഉപയോഗിച്ചാണ് നിർമ്മാണം. മലകളിൽ നിന്ന് വരുന്ന വെള്ളം തടാകത്തിൽ ശേഖരിക്കാൻ പൈപ്പുകളും സ്ഥാപിച്ചിട്ടുണ്ട്. 155 ദശലക്ഷം ഗാലൻ ശേഷിയും 4 മീറ്റർ വരെ ആഴവുമുള്ള തടാകത്തിലേക്ക് താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും ചുറ്റുമുള്ള പർവ്വതനിരകളിൽ നിന്നുമാണ് വെള്ളമെത്തിക്കുന്നത്. മീഡിയ 1 കൽബ.
കുവൈറ്റിൽ ഉള്ളിവില കുറയുന്നു. പ്രാദേശിക ഉള്ളിയുടെ വരവോടെയാണ് ഉള്ളിവില കുറഞ്ഞത്. ഉള്ളിവില അനിയന്ത്രിതമായി കുതിച്ചുവരുന്നത് വിപണിയെ സാരമായി ബാധിച്ചിരുന്നു. റമദാനിന് മുൻപുള്ള ഉള്ളി പ്രതിസന്ധിക്ക് ഏറെക്കുറെ പരിഹാരമുള്ളതായി പ്രാദേശിക ഉള്ളി കർഷകനായ ഫൈസൽ അൽ സൗബി പറഞ്ഞു. പ്രാദേശിക ഉള്ളിയുടെ ഒരു കാർട്ടൺ 1.5 കുവൈറ്റ് ദിനാറിന് ലഭ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നേരത്തെ റമദാന് മുൻപ് ഉള്ളിവില 7 കാർട്ടണായി ഉയർന്നിരുന്നു. ഇന്ത്യയിൽ നിന്നും ചുവന്ന ഉള്ളി ഇറക്കുമതി കുറഞ്ഞതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. KMCC ദമാം കൊല്ലം ജില്ലാ കമ്മിറ്റി ഇഫ്താർ സംഗമവും തെരഞ്ഞെടുപ്പ് കൺവെൻഷനും സംഘടിപ്പിച്ചു. പ്രവിശ്യ കമ്മിറ്റി, വിവിധ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ഹമീദ് വടകര, മുഷ്താഖ് പേങ്ങാട് എന്നിവർ റമദാൻ സന്ദേശം നൽകി. പ്രവാസികളും കുടുംബങ്ങളും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഗൌരവത്തോടെ സമീപിക്കണമെന്നും വോട്ടവകാശം ജാഗ്രതയോടെ വിനിയോഗിക്കണമെന്നും സംഗമത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. നൌഷാദ് KS പുരം, ഷമീർ വയ്യാനം, ഷെരീഫ് മാസ്റ്റർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജിദ്ദയിൽ ജനൂബിയ മലയാളി കൂട്ടായ്മ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. 10ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള 1600-ലധികം പേർ സംഗമത്തിൽ നോമ്പ് തുറക്കാനെത്തി. ജനൂബിയയിൽ ഇതാദ്യമായാണ് ഇത്തരമൊരു ഇഫ്താർ സംഗമം നടക്കുന്നത്. മലയാളികളുടെ സംഘാടന മികവിനെ ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ പ്രശംസിച്ചു. വരും വർഷങ്ങളിലും ഇഫ്താർ വിരുന്ന് തുടരുമെന്ന് സംഘാടകർ അറിയിച്ചു. ബഹ്റൈൻ നവകേരള വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. അൽനൂർ സ്കൂൾ കൗൺസിലർ ഡോക്ടർ ശിവകീർത്തി മുഖ്യപ്രഭാഷണം നടത്തി. ലസിത ജയന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സുമയ്യ സിബിൻ, ശിവാംബിക, അബിദ സുബൈൽ, ശാന്തി പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. കുവൈറ്റ് കേരള ഇൻഫ്ലുവൻസേഴ്സ് അസോസിയേഷൻ സൗഹൃദ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. ഫഹാഹിൻ തക്കാര ഹാളിൽ നടന്ന പരിപാടിയിൽ കുവൈറ്റിലെ പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും അടക്കം നിരവധി പേർ പങ്കെടുത്തു. അച്ചായൻ കുവൈറ്റ് അധ്യക്ഷത വഹിച്ചു. ആസിയ ഫൈസൽ അസോസിയേഷന്റെ ഭാവി പരിപാടികൾ വിശദീകരിച്ചു. ഷമീർ, ഷാമോൻ പുൻകുന്നം, ശ്രീജിത്ത് എന്നിവർ ആശംസകൾ നേർന്നു. സംഘടനയുടെ ലോഗോ പ്രകാശനം അച്ചായൻ കുവൈറ്റ് നിർവഹിച്ചു. കുവൈറ്റിലെ സ്വകാര്യ ആതുരാലയ മേഖലയിലെ പ്രമുഖരായ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സമൂഹത്തിന്റെ സാഹോദര്യത്തിനും സാംസ്കാരിക ബന്ധങ്ങൾക്കും ഇത്തരം കൂട്ടായ്മകളുടെ പ്രാധാന്യം വളരെ വലുതാണെന്നും ഇതുപോലുള്ള കൂട്ടായ്മകൾക്ക് എപ്പോഴും മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് നേതൃത്വം നൽകാറുണ്ടെന്നും മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാനും സിഇഒയുമായ മുസ്തഫ ഹംസ പറഞ്ഞു. ഷറഫുദ്ദീൻ സൂഫി റമദാൻ സന്ദേശം നൽകി. പ്രവാസികൾക്ക് സൗഹൃദം പങ്കിടാനുള്ള വേദി കൂടിയായി മാറിയ ഇഫ്താർ സംഗമത്തിൽ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് മാനേജിംഗ് പാർട്ണർമാരായ ഇബ്രാഹിം കുട്ടി, ഡോക്ടർ ബിജി ബഷീർ, വിവിധ രാജ്യങ്ങളുടെ സ്ഥാനപതിമാർ, കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയ പ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഒമാനിലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ വ്യാപാര സംരംഭമായ സൂഹുൽ അൽ ഫൈഹ നടത്തിയ ഇഫ്താർ സംഗമം സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും വേദിയായി മാറി. ഒമാനിലെ സാമൂഹിക, സാംസ്കാരിക, മതമേഖലയിലെ നിരവധി ആളുകൾ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. സുഹൂൽ അൽ ഫൈഹ ജീവനക്കാരുടെ നേതൃത്വത്തിൽ മികച്ച സംഘാടനത്തിലായിരുന്നു ഇഫ്താർ ഒരുക്കിയിരുന്നത്. സുഹൂൽ അൽ ഫൈഹ KV ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർമാരായ അബ്ദുൽ വാഹിദ്, അബ്ദുൽ ജബ്ബാർ, അബ്ദുൽ ലത്തീഫ് എന്നിവർ ഇഫ്താർ സംഗമത്തിന് നേതൃത്വം നൽകി. 1997 20 പേരുമായി ആരംഭിച്ച നോമ്പുതുറയിൽ കഴിഞ്ഞ ദിവസം പങ്കെടുത്തത് 3000-ലധികം ആളുകളാണ്. ജാതിമത ഭേദമന്യേ എല്ലാ വിഭാഗം ആളുകളും പങ്കെടുത്ത ഇഫ്താർ വിഭവങ്ങൾ കൊണ്ടും ഒരുക്കങ്ങൾ കൊണ്ടും ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. മവേല ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് കസായിനിലേക്ക് മാറുന്നതോടെ 27 വർഷമായി നടന്നുവരുന്ന മാർക്കറ്റിലെ സുഹൂൽ അൽ ഫൈഹയുടെ ഗ്രാൻഡ് നോമ്പുതുറയും ഓർമ്മയാകും. മീഡിയ 1, മസ്കറ്റ്. ഖത്തർ KMCC മണലൂർ മണ്ഡലം കമ്മിറ്റി ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. KMCC സംസ്ഥാന ട്രഷറർ PSM ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. അമേരിക്കൻ ആശുപത്രി CEO ഡോക്ടർ ജസീൽ നോമ്പുകാലത്തെ ആരോഗ്യശീലങ്ങൾ വിശദീകരിച്ചു. യൂനിസ് വാടാനപ്പള്ളി, MC ഹാഷിം തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. എന്നാൽ അങ്ങനെയല്ല മുഅ്മിനിന്റെ ഉപമ പറഞ്ഞത്. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ കഴിയണം, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ദുഃഖിക്കാൻ കഴിയണം, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കണം. നമ്മൾ സന്തോഷിക്കുകയും മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുകയും ചെയ്യണം. ബഹ്റൈനിൽ കോഴിക്കോട് ജില്ലാ പ്രവാസി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തൊഴിലാളികൾക്കൊപ്പം ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. മലബാർ ഗോൾഡുമായി സഹകരിച്ച്
സൽമാബാദിൽ ഒരുക്കിയ ഇഫ്താറിൽ 400-ൽ പരം തൊഴിലാളികൾ പങ്കെടുത്തു. പൊതുഗതാഗത സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ദുബൈയിൽ 16 ബസ് സ്റ്റേഷനുകളും 6 ഡിപ്പോകളും വികസിപ്പിക്കുന്നതിന് കരാർ നൽകി ദുബൈ റോഡ് ഗതാഗത അതോറിറ്റി. പൊതുഗതാഗത രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി പ്രഖ്യാപിച്ച 3 വർഷ പദ്ധതിക്ക് കീഴിലാണ് പുതിയ വികസന പ്രവർത്തനങ്ങൾ. 16 ബസ് സ്റ്റേഷനുകളിൽ 9 ദേരയിലും 7 സ്റ്റേഷനുകൾ ബർദുബായിലുമാണ്. മാൾ ഓഫ് എമിറേറ്റ്സ്, സബ്ക, ജബലലി, അൽക്കൂസ്, ഇബ്നു ബത്തൂത്ത, ഹത്ത, ഗോൾഡ് സൂക്ക്, അൽക്കിസൈസ്, ദേര സിറ്റി സെന്റർ, അൽ ഖുബൈബ, യൂണിയൻ, അൽ സത്വ, അൽ റാഷിദിയ, അൽ ഹെയിൽ, ഇത്തിസലാത്ത്, കറാമ എന്നിവിടങ്ങളിലുള്ള സ്റ്റേഷനുകളാണ് വികസിപ്പിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുത്ത ചില ടെർമിനലുകൾ പുതുക്കിപ്പണിയുകയും ഇവിടങ്ങളിൽ പ്രാർത്ഥനാമുറികൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. അൽ ഖവാനീജ്, അൽ കിസൈസ്, അൽ റുവയ്യ, അൽ അവീർ, ജബലലി, അൽക്കൂസ് എന്നിവിടങ്ങളിലാണ് 6 ബസ് ഡിപ്പോകളുടെ നവീകരണം. പരിശോധനാ പാതകളുടെ നവീകരണം, എഞ്ചിൻ വാഷ് ലൈനറുകളുടെ നിർമ്മാണം, ഡ്രെയിനേജ് സംവിധാനം മെച്ചപ്പെടുത്തൽ, ഫ്ലോർ അറ്റകുറ്റപ്പണികൾ, പുതിയ അടിസ്ഥാന സൗകര്യങ്ങൾ സ്ഥാപിക്കൽ, പൊതുസൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കൽ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടും. ഇതുകൂടാതെ ജബലലി, അൽക്കൂസ് ഡിപ്പോകളിൽ ഡ്രൈവർമാർക്കായി താമസ കെട്ടിടം നിർമ്മിക്കുകയും ട്രാഫിക് സിഗ്നലുകൾ സ്ഥാപിക്കുകയും ചെയ്യും. കാൽനടക്കാർക്കായി പ്രത്യേക പാതകളും ഇവിടെ നിർമ്മിക്കും. നിശ്ചയദാർഢ്യ വിഭാഗങ്ങൾക്കും പ്രവേശനം സാധ്യമാകുന്ന രീതിയിലാണ് സ്റ്റേഷനുകളുടെ രൂപകൽപ്പന എന്ന് RTA ചെയർമാൻ മദാർ അൽ തായർ പറഞ്ഞു. മീഡിയ 1 ദുബായ്. UAE പ്രധാന സർക്കാർ സേവന കേന്ദ്രമായ ദുബൈയിലെ അൽതവാർ സെന്റർ റമദാൻ രാവുകളിലും സജീവം. ഇവിടെ ബിസിനസ് സെറ്റപ്പ് രംഗത്തും വിസ അനുബന്ധ സർവീസുകളിലും മികച്ച സേവനം ഉറപ്പാക്കുകയാണ് മലയാളി ഉടമസ്ഥതയിലുള്ള എമിറേറ്റ്സ് ക്ലാസിക് ബിസിനസ് സെന്റർ. ബിസിനസ് സെറ്റപ്പ്, ഗോൾഡൻ വിസ, PRO സർവീസ്, ടൈപ്പിംഗ്, ഓൺലൈൻ സർവീസ്, കൺസൾട്ടൻസി സർവീസ്, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ, ദുബൈ കോഡ് സർവീസ് തുടങ്ങി ദുബൈ സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും എമിറേറ്റ്സ് ബിസിനസ് ക്ലാസിക് സെന്റർ നൽകി വരുന്നുണ്ട്. 2 പതിറ്റാണ്ടായി ബിസിനസ് സെറ്റപ്പ് PRO സർവീസ് മേഖലയിൽ നേതൃത്വം വഹിക്കുന്ന തമീം അബൂബക്കറാണ് എമിറേറ്റ്സ് ക്ലാസിക് ബിസിനസ് സെന്ററിന്റെ ചെയർമാൻ. എല്ലാ GCC രാജ്യങ്ങളിലും ബിസിനസ് സംബന്ധമായ മുഴുവൻ നടപടിക്രമങ്ങളും സ്ഥാപനം ചെയ്തു കൊടുക്കും. ഇതിനു പുറമെ കുടുംബ സന്ദർശനത്തിന് സ്ഥിരമായി UAE-യിൽ വരേണ്ടവർക്കായി പ്രത്യേക പാക്കേജിൽ 2 വർഷത്തെ ഇൻവെസ്റ്റർ വിസയും എമിറേറ്റ്സ് ക്ലാസിക് ബിസിനസ് സെന്ററിൽ ലഭ്യമാണ്. കസ്റ്റമേഴ്സ് ഇപ്പോൾ ഇഫ്താറിന്റെ ശേഷമാണ് നമുക്ക് തിരക്ക് വരുന്നത്. ഓഫീസിൽ രാത്രി വരെ തവാർ സെന്ററും നമ്മുടെ എമിറേറ്റ്സ് ക്ലാസിക്കും വർക്കിംഗ് ആണ്. എല്ലാവിധ ടൈപ്പിംഗ് സർവീസസ് ഉണ്ട്. പെർഫെക്റ്റോണി, മെമ്മറാണ്ടം, NOC ഒക്കെ ആയിട്ട്. പിന്നെ കമ്പനി ഫോർമേഷൻ, ബിസിനസ് സെറ്റപ്പ്, ദെൻ ഗോൾഡൻ വിസ സർവീസസ്, മെയിൻലി വിസ സർവീസസ് എല്ലാത്തിനും നല്ല എൻക്വയറീസ് ഉണ്ട്. പർച്ചേസ് ആവശ്യങ്ങൾക്കും മീറ്റിംഗുകൾക്കുമായി ദുബൈയിൽ സ്ഥിരമായി വരുന്നവർക്കുള്ള സൗകര്യമെന്ന നിലയ്ക്കാണ് ഇത്തരം പാക്കേജുകളുമായി രംഗത്ത് വരാൻ തീരുമാനിച്ചത് എന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. മീഡിയ 1 ദുബൈ. പ്രത്യാശയുടെ സന്ദേശം പകർന്ന ഒമാനിലെ ക്രൈസ്തവ സമൂഹം ഈസ്റ്റർ ആഘോഷിച്ചു. ഈസ്റ്ററിന്റെ ഭാഗമായി ഒമാനിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ശുശ്രൂഷകളും പ്രാർത്ഥനകളും നടന്നു. മസ്കത്ത്, ഗാല, സെലാല, സുഹാർ എന്നിവിടങ്ങളിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്ന ഭക്തി നിർഭരമായ ശുശ്രൂഷകൾക്ക് മെത്രാപ്പോലീത്തമാരും വൈദികരും കാർമ്മികത്വം വഹിച്ചു. പ്രത്യേക പ്രാർത്ഥനകളിലും ആരാധനയിലും പങ്കെടുക്കാൻ ഒമാന്റെ ഉൾപ്രദേശങ്ങളിൽ നിന്നടക്കം ധാരാളം വിശ്വാസികളാണ് ദേവാലയങ്ങളിൽ എത്തിച്ചേർന്നത്. വിശ്വാസികളുടെ 50 നോമ്പാചരണത്തിന്റെ അവസാനം കൂടിയാണ് ഈസ്റ്റർ. കുരിശുമരണത്തിനു ശേഷം യേശു ഉയർത്തെഴുന്നേറ്റുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈസ്റ്റർ പ്രത്യാശയുടെയും പുനരുദ്ധാരണത്തിന്റെയും സന്ദേശമാണ് നൽകുന്നത്. മെത്രാപ്പോലീത്തമാരും വൈദികരും ദേവാലയങ്ങളിൽ പ്രസംഗിച്ചു. ഒമാനിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച രാവിലെയുമാണ് ആരാധനാ കർമ്മങ്ങൾ നടന്നത്. മീഡിയ 1 മസ്കത്ത്. യേശുക്രിസ്തുവിന്റെ ഉയിർപ്പ് സ്മരണയിൽ കുവൈറ്റിലെ ക്രിസ്തീയ സമൂഹം ഈസ്റ്റർ ആഘോഷിച്ചു. ക്രിസ്തീയ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളോടെയാണ് വിശ്വാസികൾ ആഘോഷത്തിലേക്ക് കടന്നത്. പാതിരാ കുർബാനയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. കുവൈത്തിലെ വിവിധ ഇടവകകളുടെയും ആത്മീയ സംഘടനകളുടെയും നേതൃത്വത്തിൽ നടന്ന ശുശ്രൂഷകളിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ശനിയാഴ്ച വൈകുന്നേരം തുടങ്ങിയ ഉയർപ്പ് ശുശ്രൂഷകൾ പുലർച്ചെ വരെ നീണ്ടു. ദുഃഖവെള്ളിയിലെ കുരിശുമരണത്തിന് 3-ാം നാൾ ക്രിസ്തുദേവൻ ഉയർത്തെഴുന്നേറ്റതിന്റെ സ്മരണയിലാണ് ക്രിസ്തീയ സമൂഹം ഈസ്റ്റർ ആഘോഷിക്കുന്നത്. സെന്റ് സ്റ്റീഫൻസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ഇടവകയുടെ ഉയർപ്പ് ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ജോൺ ജേക്കബ് അച്ഛൻ, ജോയി വർഗീസ് അച്ഛൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ ഉയർപ്പ് പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മലങ്കര സഭയുടെ അങ്കമാലി ഭദ്രസനാധിപൻ അഭിവന്ദ്യ യോഹന്നോർ മാർ പോളികാർപ്പസ്
മെത്രോപൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ നടന്ന ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫാദർ ഡോക്ടർ ബിജു ജോർജ് പാറക്കൽ കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ നാളിന്റെ ഭാഗമായി വിശ്വാസി സമൂഹം 50 ദിവസം അനുഷ്ഠിച്ച നോമ്പിനും ഈസ്റ്ററോടെ സമാപനമായി. കുവൈത്ത് സെന്റ് പീറ്റേഴ്സ് ജ്ഞാനായ ദേവാലയം നേതൃത്വത്തിൽ നടന്ന ഈസ്റ്റർ ശുശ്രൂഷയിലും വിശുദ്ധ കുർബാനയിലും നിരവധി പേർ പങ്കെടുത്തു. നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ച് കോമ്പൗണ്ടിൽ നടന്ന ശുശ്രൂഷകൾക്ക് ഫാദർ സിജിൽ ജോസ് വിലങ്ങൻപാറ നേതൃത്വം നൽകി. സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പഴയ പള്ളിയിലെ ഈ വർഷത്തെ ഉയർപ്പ് പെരുന്നാൾ ശുശ്രൂഷകൾക്ക് റവറൻ ഫാദർ ജേക്കബ് കല്ലിച്ചത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അഹമ്മദി സെന്റ് പേൾസ് ദേവാലയത്തിൽ വെച്ച് നടന്ന ശുശ്രൂഷകൾക്ക് ഇടവക വികാരി റവറന്റ് ഫാദർ എബ്രഹാം PJ നേതൃത്വം നൽകി. മീഡിയ 1 കുവൈറ്റ് സിറ്റി. സലാലയിലെ വിവിധ ദേവാലയങ്ങളിൽ ഈസ്റ്റർ ശുശ്രൂഷകൾ നടന്നു. ഡാരീസിലെ ചർച്ച് സമുച്ചയത്തിൽ നടന്ന പ്രാർത്ഥനയിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. സെന്റ് ജോൺസ് യാക്കോബായ സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിൽ നടന്ന ആരാധനാ ചടങ്ങുകൾക്ക് ഫാദർ ടിനൂസ് കറിയ നേതൃത്വം നൽകി. സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ചർച്ചിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് ഫാദർ ബേസിൽ തോമസ് ആണ് നേതൃത്വം നൽകിയത്. ദുബൈ CSI മലയാളം പാരിഷ് വക ഈസ്റ്റർ പ്രത്യേക ശുശ്രൂഷ ചടങ്ങുകൾ ദുബൈ ഹോളി ട്രിനിറ്റി ചർച്ചിൽ നടന്നു. രാജു ജേക്കബ്, നിബു തോമസ് എന്നിവർ കാർമ്മികത്വങ്ങൾ വഹിച്ചു. ബഹ്റൈൻ പ്രതിഭാ സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ കുഞ്ഞുണ്ണി മാഷ് അനുസ്മരണം സംഘടിപ്പിച്ചു. പ്രതിഭാ ഹാളിൽ ഒരുക്കിയ പരിപാടിയിൽ ഋതിഷ മഹേഷും ശ്രീജാദാസും അനുസ്മരണവും അവലോകനവും നടത്തി. കൺവീനർ സുരേഷ് വേണാട്ട് അധ്യക്ഷനായ ചടങ്ങിൽ പ്രതിഭ പ്രസിഡന്റ് ബിനു മണ്ണിൽ, ധന്യ വയനാട്, സുരേഷ് വീരച്ചേരി എന്നിവർ സംസാരിച്ചു. KMCC ദമാം സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച ഖുർആൻ പാരായണ മത്സരം സമാപിച്ചു. 8 വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിന്റെ ഫൈനൽ മത്സരത്തിൽ 70ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തു. സമാപനത്തോടനുബന്ധിച്ച് ജനകീയ ഇഫ്താറും സംഘടിപ്പിച്ചു. KMCC ദമാം സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച ഖുർആൻ മുസാബക്ക സീസൺ 5 സമാപിച്ചു. 300ഓളം പേർ പങ്കെടുത്ത മത്സരത്തിന്റെ ഫൈനലിൽ 8 വിഭാഗങ്ങളിലായി 70ഓളം പേർ മാറ്റുരച്ചു. കുട്ടികളുടെ വിഭാഗത്തിൽ അഹമ്മദ് സയ്യിദ്, റസിൻ അലി, ആലിയ, റൻവ, റാദിൻ മുഹമ്മദ്, അഹമ്മദ് ഷിംലാൽ, ഫൈഹ ഫൈസൽ, മറിയം ഫാത്തിമ, മിസ്അബ് സിനാൻ, മുഹമ്മദ് മിദിലാജ്, ഹബീബ ഇംപിച്ചിക്കോയ, സൈനബ് എന്നിവർ യഥാക്രമം 1ഉം 2ഉം സ്ഥാനങ്ങൾക്ക് അർഹത നേടി. മുതിർന്നവരുടെ വിഭാഗത്തിൽ ഫضലുർ റഹ്മാൻ, അബ്ദുള്ള നൂറുദ്ദീൻ, ഷാക്കിർ ഇല്യാസ്, നാസ്നിൻ സിനാൻ, ജുമാന, നേഹ അൻസാരി എന്നിവർ യഥാക്രമം 1ഉം 2ഉം 3ഉം സ്ഥാനത്തിന് അർഹരായി. വിജയികൾക്ക് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നൽകി. സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഹമീദ് വടകര അധ്യക്ഷത വഹിച്ച ചടങ്ങ് പ്രൊവിൻസ് പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി കോഡൂർ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് മുഹമ്മദ് ഫൈസി ഓണംപിള്ളി റമദാൻ സന്ദേശം നൽകി. MSF ബാലവേദി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സിംബോസിയവും നടന്നു. സമാപനത്തോടനുബന്ധിച്ച് ജനകീയ ഇഫ്താർ സംഗമവും ലോക്സഭാ ഇലക്ഷൻ ക്യാമ്പയിനും സംഘടിപ്പിച്ചു. മുജീബ് കൊളത്തൂർ, സൈനു കുമളി, ബഷീർ ബാക്കവി, അസ്ലം കൊളക്കോടൻ, ഫൈസൽ ഇരിക്കൂർ, റഹ്മാൻ കാര്യാട്, അഷ്റഫ് ഫാളത്ത്, ഖാദർ അണങ്കൂർ, മഹ്മൂദ് പൂക്കാട് എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 ദമാം. ഖത്തർ ഇൻഗാസ് സെൻട്രൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. KPCC വക്താവ് രാജു P. നായർ മുഖ്യാതിഥിയായിരുന്നു. രാജ്യത്തിന്റെ ഭാവിയിൽ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് നടക്കാനിരിക്കുന്നതെന്ന് എറണാകുളം DCC ജനറൽ സെക്രട്ടറി കൂടിയായ രാജു P. നായർ ഓർമ്മപ്പെടുത്തി. കോൺഗ്രസ് മത്സരിക്കുന്നത് വ്യക്തികളോടല്ല, രാജ്യത്തിന്റെ ആത്മാവ് നഷ്ടപ്പെടുത്തുന്ന ഫാസിസത്തോടാണെന്നും അദ്ദേഹം പറഞ്ഞു. 50 വർഷം പ്രവാസം പൂർത്തിയാക്കിയ OICC ഇൻഗാസ് ഖത്തർ സ്ഥാപകാംഗവും സെൻട്രൽ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗവുമായ മുഹമ്മദ് മുബാറക്കിനെ ചടങ്ങിൽ ആദരിച്ചു. ഇൻഗാസ് ഖത്തർ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സമീർ റമല ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് S. നായർ സ്വാഗതം പറഞ്ഞു. ഖത്തർ KMCC പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ സമദ്, മുൻ ICC പ്രസിഡന്റ് മിലൻ അരുൺ, KSU മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നെയ്ം മുള്ളുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ 1 ദോഹ. ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിലെ ടെലികോം വിഭാഗത്തിൽ 29 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന RK അബ്ദുൽ ഗഫൂറിന് യാത്രയയപ്പ് നൽകി. അബ്ദുറഹ്മാൻ മാസ്റ്റർ മൊമെന്റോ കൈമാറി. നാനായക്കൽ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. സംസ്കൃതി ഷാനവാസ് ഏലച്ചോല ഉദ്ഘാടനം ചെയ്തു. പ്രധാന ഗൾഫ് നഗരങ്ങളിലെ താപനില.
റിയാദ് കുറഞ്ഞ താപനില 18 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ജിദ്ദ കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 39 ഡിഗ്രി സെൽഷ്യസ്. ദമാം കുറഞ്ഞ താപനില 19 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്. മനാമ കുറഞ്ഞ താപനില 19 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. ദോഹ കുറഞ്ഞ താപനില 19 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്. മസ്കറ്റ് കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്. സലാല കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്. ദുബൈ കുറഞ്ഞ താപനില 18 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. അബുദാബി കുറഞ്ഞ താപനില 17 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്. വിനിമയ നിരക്ക്. സൗദി റിയാൽ 22 രൂപ 21 പൈസ, UAE ദിർഹം 22 രൂപ 71 പൈസ, ഖത്തർ റിയാൽ 22 രൂപ 90 പൈസ, ഒമാൻ റിയാൽ 216 രൂപ 83 പൈസ, കുവൈറ്റ് ദിനാർ 271 രൂപ 66 പൈസ, ബഹ്റൈൻ ദിനാർ 221 രൂപ 68 പൈസ.